ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും കെംസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം എന്ന് പറയുന്ന 10ാം ക്ലാസ്സിൻ്റെ ആദ്യത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ ക്ലാസ് ഇപ്പോൾ എടുക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രാഞ്ചുള്ള അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഉള്ള കോമ്പൗണ്ടുകൾക്ക് എങ്ങനെ പേര് കൊടുക്കാമെന്നാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും 3 ബ്രാഞ്ചുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 3 ബ്രാഞ്ചസ്. അതായത് നമ്മൾ ഇനി ഞാൻ പറഞ്ഞിരുന്നു ഒരു ബ്രാഞ്ച് ഉള്ള ഒരു ആൽക്കേനിന് എങ്ങനെ പേരിടാമെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനു മുന്നേ ഏതൊക്കെ ബ്രാഞ്ചസ് ആണ് നിങ്ങൾക്ക് ഒരു കോമ്പൗണ്ടിൽ വരുന്നത് എന്ന് 3 എണ്ണം മെയിനായിട്ട് ഞാൻ പഠിപ്പിച്ചിരുന്നു. അത് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഓക്കെ, ആ 3 ബ്രാഞ്ചസ് ആണ് ഇവിടെ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കി, CH3. CH3 എന്ന് പറയുന്നത് ഏതാണ്? മീഥൈൽ ഗ്രൂപ്പ്. രണ്ടാമത്തേത് CH3CH2, 2 കാർബൺ ആറ്റം വരുന്നുണ്ട്. 2 കാർബൺ ആറ്റം വരുന്നത് ഈഥൈൽ ഗ്രൂപ്പ്. നെക്സ്റ്റ് പ്രൊപ്പൈൽ, കണ്ടോ, 3 കാർബൺ ആറ്റം വരുന്നത് പ്രൊപ്പൈൽ ഗ്രൂപ്പ്. ഈ 3 എണ്ണമായിരിക്കും നിങ്ങൾക്ക് ഗ്രൂപ്പുകളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ഈ ആൽക്കേനിന്, അതായത് ബ്രാഞ്ചുള്ള ആൽക്കേനുകൾക്ക് പേര് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ 3 ബ്രാഞ്ചസ് നമ്മുടെ മനസ്സിലുണ്ടാവണം. മീഥൈൽ ഗ്രൂപ്പ് CH3 ആണെങ്കിൽ മീഥൈൽ ഗ്രൂപ്പ്, CH3CH2 ആണെങ്കിൽ ഈഥൈൽ ഗ്രൂപ്പ്, CH3CH2CH2 ആണെങ്കിൽ പ്രൊപ്പൈൽ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷമാണ് നമ്മൾ ഇനി ബ്രാഞ്ചസിന് പേരിടാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു 3 ബ്രാഞ്ച് എപ്പോൾ ചോദിച്ചാലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. ഓക്കെ, സോ നമ്മൾ ഇതുവരെ പഠിച്ചത് ഒരു സ്ട്രെയിറ്റ് ചെയിൻ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുമ്പോൾ എങ്ങനെ പേര് കൊടുക്കുക എന്നായിരുന്നു നമ്മൾ ഇത്രയും ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇനി ഒരു ബ്രാഞ്ച് ഉള്ള കോമ്പൗണ്ട്സിന് എങ്ങനെ പേര് കൊടുക്കുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളെ ഇപ്പോൾ ഒരു കോമ്പൗണ്ട് കാണിച്ചു തരാം. ഓക്കെ, നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയ്ൻസ് വിത്ത് 1 ബ്രാഞ്ച് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ഇങ്ങോട്ട് നോക്കി. ഇപ്പം ഞാൻ ഇവിടെ ഒരു കോമ്പൗണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. CH3 CH CH2 CH3, താഴേക്കൊരു ബ്രാഞ്ച് പോയിട്ടുണ്ട് CH3, അല്ലേ? കണ്ടോ, താഴേക്കൊരു ബ്രാഞ്ച് പോയിട്ടുണ്ട് CH3. ഓക്കെ, ഇങ്ങനെയാണ് ഒരു കോമ്പൗണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു സ്ട്രെയിറ്റ് ചെയിൻ അല്ല. ഓക്കെ, സ്ട്രെയിറ്റ് ചെയിൻ അല്ല, ഇവിടേക്കൊരു ബ്രാഞ്ച് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബ്രാഞ്ച് ഉള്ള ഒരു കോമ്പൗണ്ട് നമുക്ക് തരുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ജോലി എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്തെ മെയിൻ ചെയിൻ അല്ലെങ്കിൽ പ്രധാന ചെയിൻ കണ്ടുപിടിക്കുക എന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രധാന ചെയിൻ എന്ന് പറയുന്നത്? എന്താണ് പ്രധാന ചെയിൻ? ഓക്കെ, അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ ഒരു ബ്രാഞ്ച് ഉള്ള ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട ഒന്നാമത്തെ ഒരു റൂളാണ് മെയിൻ ചെയിൻ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാന ചെയിൻ കണ്ടുപിടിക്കുക. അപ്പോൾ എന്താണ് പ്രധാന ചെയിൻ? പ്രധാന ചെയിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ വരുന്നത് ഏതാണോ അതായിരിക്കും ആ കോമ്പൗണ്ടിൻ്റെ മെയിൻ ചെയിൻ അല്ലെങ്കിൽ പ്രധാന ചെയിൻ അല്ലെ പേരന്റ് ചെയിൻ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അതിൻ്റെ മെയിൻ ചെയിൻ ഏതാണ്, അതായത് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റംസ് വരുന്ന ചെയിൻ ഏതാണോ ആ ചെയിൻ ആയിരിക്കും അതിൻ്റെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. ഏറ്റവും കുറവ് കാർബൺ ആറ്റം വരുന്നത് അപ്പോൾ ഏതാണോ അതായിരിക്കും അതിൻ്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമുക്കതിന് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഒന്നാമത്തെ പോസിബിലിറ്റി ഞാൻ നോക്കുകയാണ്. ഞാൻ ഇത്രയും കാർബൺ ആറ്റങ്ങളെ എടുത്ത് എണ്ണി നോക്കാൻ പോവുകയാണ് എത്ര എണ്ണം ഉണ്ടെന്ന്. ഓക്കെ, 1 2 3 4. ഓക്കെ, ഫസ്റ്റ് പോസിബിലിറ്റി നമ്മൾ നോക്കി. ഇങ്ങനൊരു ചെയിൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ 4 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു പോസിബിലിറ്റി. ഇനി ഞാൻ അടുത്തൊരു പോസിബിലിറ്റി നോക്കാം. ഇതൊന്ന് ഞാൻ മായ്ച്ചു കളയുവാണ്. അടുത്തൊരു പോസിബിലിറ്റി ഞാൻ നോക്കുകയാണ്. ഞാൻ ഈ CH3 തൊട്ട് ഈ CH3 വരെ ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട്, അല്ലേ? ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഞാൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കിയേ. 1 2 3 4. ഓക്കെ, ഇവിടെ 4 കാർബൺ ആറ്റം തന്നെയാണ്. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ബ്രാഞ്ച് വരുന്നത്. ഓക്കെ, ഞാൻ ഇപ്പോൾ 2 പോസിബിലിറ്റി എടുത്തു. ഫസ്റ്റ്
സ്ട്രെയിറ്റ് ആയിട്ടുള്ള 4 എണ്ണം ഉണ്ട്, അതാണോ നോക്കി, അവിടെ 4 എണ്ണമാണ്. പിന്നെ ഞാൻ ഇങ്ങനെ ഇപ്പോൾ എടുത്തതുപോലെ ഇങ്ങനെ ഒരു പോസിബിലിറ്റി നോക്കി, അവിടെയും 4 കാർബൺ ആറ്റം തന്നെയാണുള്ളത്. ഇനി ഒരു പോസിബിലിറ്റിയും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇനി ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു പോസിബിലിറ്റിയാണ്. ഓക്കെ, ഇതൊരു പോസിബിലിറ്റിയാണ്. അപ്പോൾ ഇവിടെ എത്ര കാർബൺ ചെയിൻ ഉണ്ട്? 1 2 3 3 കാർബൺ ആറ്റം മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കത് പറ്റില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കിയാലും നമുക്ക് ഏറ്റവും വലുത് വരുന്നത് എത്രയാണ്? 4 കാർബൺ ആറ്റം വരുന്നതാണ് നമ്മുടെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇത് തന്നെ എടുക്കുകയാണ്. ഇതാണ് ഞാൻ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് മെയിൻ ചെയിൻ. ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ. അപ്പോൾ ഇതെന്താണ്? ഇതാണ് ബ്രാഞ്ച്. മനസ്സിലായോ? അപ്പം മനസ്സിലായോ നിങ്ങൾക്ക് എങ്ങനെയാണ് മെയിൻ ചെയിൻ കണ്ടുപിടിക്കുക എന്നുള്ളത്? ഫസ്റ്റ് നമുക്കൊരു ബ്രാഞ്ച് ഉള്ള കോമ്പൗണ്ട് തരികയാണെങ്കിൽ ആദ്യം നമ്മൾ അതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് അതിലെ മെയിൻ ചെയിൻ എന്താണ്, അല്ലെ മെയിൻ ചെയിൻ ഏതാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റംസ് വരുന്നത് ഏതാണോ അതായിരിക്കും ആ കോമ്പൗണ്ടിൻ്റെ മെയിൻ ചെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റൂൾ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് മെയിൻ ചെയിൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, ഇനി മെയിൻ ചെയിൻ വന്നു കഴിഞ്ഞ് വീണ്ടും നമ്മൾ നെക്സ്റ്റ് റൂളിലോട്ട് പോവുകയാണ്. ഓക്കെ, എന്തായിരിക്കും നമ്മൾ അടുത്തത് നമ്മൾ എന്താണ്? മെയിൻ ചെയിൻ നമ്മൾ കണ്ടുപിടിച്ചു. നമ്മളൊരു സ്ട്രെയിറ്റ് ചെയിൻ അല്ലെ ഒരു ബ്രാഞ്ച് ഒന്നുമില്ലാത്ത ഒരു കോമ്പൗണ്ട് നമ്മൾ പേരിടുന്നത് പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. അതെങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് നമ്മൾ കാർബൺ ആറ്റങ്ങളുടെ നമ്പർ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ മെയിൻ ചെയിനെ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അതിന് നമ്പർ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിന് നമ്പർ കൊടുക്കാൻ പോവുകയാണ്. 1 2 3 4. ഓക്കെ, ഇനി ഞാൻ താഴെ നിന്ന് നമ്പർ, ഇപ്പം വലത്തു നിന്ന് ഇടത്തോട്ടാണ് നമ്മൾ നമ്പർ കൊടുത്തത്. ഇനി ഇടത്തു നിന്ന് വലത്തോട്ട് നമ്പർ കൊടുക്കണം. 1 2 3 4. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ മെയിൻ ചെയിൻ കണ്ടുപിടിച്ചു. സെക്കൻഡ് നമ്മൾ പൊസിഷൻ നമ്പർ അല്ലെങ്കിൽ സ്ഥാനസംഖ്യ കൊടുത്തു. ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു കോമ്പൗണ്ടിന് പൊസിഷൻ നമ്പർ ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ നമ്പർ ഏതാണോ വരുന്നത് അതായിരിക്കും നമ്മൾ പൊസിഷൻ നമ്പർ അല്ലെങ്കിൽ അതായിരിക്കും നമ്മൾ സ്ഥാനസംഖ്യയായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ സ്ഥാനസംഖ്യയായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ഏതാണ്? ഈ ബ്രാഞ്ച് അല്ലെ, ഇതാണ് നമ്മുടെ ബ്രാഞ്ച്. ഈ ബ്രാഞ്ച് വരുന്നത് ഏത് കാർബൺ ആറ്റത്തേലാണെന്ന് നോക്കിക്കേ. നമ്മൾ ഇവിടുന്ന് വലതു നിന്ന് ഇടത്തേക്ക് നമ്പർ ചെയ്തപ്പോൾ രണ്ടാമത്തെ കാർബൺ ആറ്റത്തേലാണ് ബ്രാഞ്ച് വരുന്നത്. ഇടതു നിന്ന് വലതേക്ക് ചെയ്തപ്പോൾ മൂന്നാമത്തെ കാർബൺ ആറ്റത്തേലാണ് ബ്രാഞ്ച് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഇതിൽ ഏതാ ചെറിയ നമ്പർ? ഓക്കെ, 2 ആണ് നമ്മുടെ ചെറിയ സംഖ്യ. അപ്പോൾ നമ്മൾ പൊസിഷൻ നമ്പർ അല്ലെങ്കിൽ സ്ഥാനസംഖ്യ ആയിട്ട് എടുക്കേണ്ടത് ഏതാണ്? 2. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ 2 ആണ് നമ്മുടെ പൊസിഷൻ നമ്പർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഇതിന് പേര് കൊടുക്കാൻ പോവുകയാണ്. മായ്ച്ചു കളയാം. ഓക്കെ, അപ്പോൾ 1 2 3 4 1 2 3 4. ഓക്കെ, ഇത്രയും നമ്മൾ നമ്പർ ചെയ്തു. അപ്പം നമുക്ക് പൊസിഷൻ നമ്പർ കിട്ടി 2 ആണ്. അപ്പം ഫസ്റ്റ് നമ്മൾ പേര് കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടതാണ് പൊസിഷൻ നമ്പർ. അപ്പം ഞാൻ ഇവിടെ 2 എന്ന് കൊടുത്തു. കണ്ടോ? 2 കഴിഞ്ഞൊരു ഹൈഫൻ വേണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു നമ്പറും ലെറ്ററും കൂടെ അടുത്തിരിക്കാൻ പാടില്ല. അതിനെ ഒരു ഹൈഫൻ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതിയില്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടില്ല. നിങ്ങൾ എഴുതുന്ന കോമ്പൗണ്ട് നെയിം കറക്റ്റ് ആണെങ്കിൽ പോലും ഹൈഫൻ ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല, അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ 2 കഴിഞ്ഞ് ഒരു ഹൈഫൻ കൊടുത്തു. ഇനി നമുക്ക് എന്താണ് ഇതിൽ എത്ര കാർബൺ ആറ്റമാണെന്ന് നമുക്ക് എണ്ണണം അല്ലേ? അതിനു മുമ്പ് അത് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യാനുള്ളപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ പക്ഷേ നമുക്കൊരു ബ്രാഞ്ച് കൂടെ ഉണ്ട് അല്ലേ? ബ്രാഞ്ചിൻ്റെയാണ് നമ്മൾ പൊസിഷൻ നമ്പർ കൊടുത്തിരിക്കുന്നത്. ഏത് ബ്രാഞ്ചിൽ എത്രാമത്തെ പൊസിഷൻ നമ്പറിലാണ് ബ്രാഞ്ച് വന്നിരിക്കുന്നതെന്നാണ് നമ്മളിപ്പം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് ബ്രാഞ്ചിൻ്റെ പേരാണ്. ഓക്കെ, CH3 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു. CH3 ഏത് ബ്രാഞ്ചാണ്? മീഥൈൽ അല്ലേ? മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പം 2 മീഥൈലിന് M ക്യാപിറ്റൽ ലെറ്റർ വേണം കൊടുക്കാൻ. മലയാളത്തിൽ എഴുതുന്നവർക്ക് കുഴപ്പമില്ല, ഇംഗ്ലീഷിൽ എഴുതുന്നവർ M ക്യാപിറ്റൽ കൊടുക്കണം. 2 മീഥൈൽ. കണ്ടോ? 2 മീഥൈൽ. ഇനി കാർബൺ ആറ്റം എത്ര? 4 കാർബൺ ആറ്റമാണ്. അതേതാ? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്.
അല്ലേ? 2 മീഥൈൽ ബ്യൂട്ടെയിൻ. ആൽക്കെയിൻ ആയതുകൊണ്ട് ബ്യൂട്ടെയിൻ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ബ്രാഞ്ചുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിന് പേര് കൊടുക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ മെയിൻ ചെയിൻ കണ്ടുപിടിക്കുക. ഏറ്റവും ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ഉള്ളത് ഏതാണോ അതായിരിക്കും അതിൻ്റെ മെയിൻ ചെയിൻ. അതിൻ്റെ പോസിബിലിറ്റീസ് നോക്കി ഫസ്റ്റ് അത് കണ്ടുപിടിക്കുക. രണ്ടാമത് നമ്മൾ കണ്ടുപിടിച്ച മെയിൻ ചെയിനിന് പൊസിഷൻ നമ്പർ അല്ലെങ്കിൽ സ്ഥാനസംഖ്യ കൊടുക്കുക. സ്ഥാനസംഖ്യ ഏറ്റവും ചെറിയതിൽ ഏത് നമ്പർ ചെയ്തപ്പോൾ ആണോ ബ്രാഞ്ച് വന്നത് അതിൽ ചെറിയ നമ്പർ ഏതാണോ ബ്രാഞ്ച് വന്നിരിക്കുന്ന ആ നമ്പർ വേണം പൊസിഷൻ നമ്പറായിട്ട് എടുക്കാൻ. അതിനുശേഷം ബ്രാഞ്ചിന് പേര് കൊടുക്കുക, കാർബൺ ആറ്റത്തിൻ്റെ എണ്ണത്തിന് പേര് കൊടുക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി അടുത്തൊരു കോമ്പൗണ്ട് ഞാനിപ്പോൾ തന്നിരിക്കുന്നത് നോക്കി. CH3 CH2 CH CH3. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളോടിപ്പോൾ പറഞ്ഞ എന്താണ്, ഒരു ബ്രാഞ്ച് ഉള്ള ഒരു കോമ്പൗണ്ട് തരികയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? അതിൻ്റെ മെയിൻ ചെയിൻ അല്ലേ? മെയിൻ ചെയിൻ. ഓക്കെ, ഞാൻ ഇത് ഫസ്റ്റ് പോസിബിലിറ്റി നോക്കുകയാണെ. ഞാൻ ഇതൊരു മെയിൻ ചെയിനായിട്ട് ഞാൻ എടുത്തു. ഓക്കെ, ഇതൊരു മെയിൻ ചെയിനായിട്ട് ഞാൻ എടുത്തു. അപ്പം ഞാൻ എൻ്റെ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം എത്രയാണെന്ന് നോക്കുകയാണ്. 1 2 3 4 5 5 കാർബൺ ആറ്റം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ബ്രാഞ്ച് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ അടുത്തൊരു പോസിബിലിറ്റി നോക്കട്ടെ. ഇതിനെ ഞാൻ എടുത്തു. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും എൻ്റെ ബ്രാഞ്ച്. ഓക്കെ, 1 2 3 4. ഓക്കെ, 4 എണ്ണം മാത്രമേ ഇവിടെയുള്ളൂ. ഓക്കെ, നമ്മൾ മുമ്പ് എണ്ണിയത് എത്രയായിരുന്നു? 5 ആയിരുന്നു. അപ്പോൾ ഇവിടെ 4 ഉള്ളൂ. അപ്പോൾ എങ്ങനെ എണ്ണിയാലും നമുക്ക് 5 കാർബൺ ആറ്റം ആയിരിക്കും വലിയതായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഇത് തന്നെ വേണം നമ്മുടെ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കാൻ. ഓക്കെ, 1 2 3 4 5 ഞാൻ നമ്പർ കൊടുത്തു. ഇനി താഴേന്ന് കൊടുക്കട്ടെ. 1 2 3 4 5. ഓക്കെ, ഞാൻ രണ്ട് രീതിയിൽ നമ്പർ ചെയ്തു. ഇനി ഞാൻ എന്താ നോക്കേണ്ടത്? ഈ ബ്രാഞ്ച്, അതായത് ഇതാണ് നമ്മുടെ ബ്രാഞ്ച് വന്നിരിക്കുന്നത്. ഈ ബ്രാഞ്ച് വന്നിരിക്കുന്ന നമ്പർ എത്രയാണെന്ന് നോക്കുക. ഞാൻ ഇടത് നിന്ന് വലത്തേക്ക് അതായത് ഇങ്ങനെ നമ്പർ കൊടുത്തപ്പോൾ മൂന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് ബ്രാഞ്ച് വന്നിരിക്കുന്നത്. ഞാൻ താഴേന്ന് നമ്പർ ചെയ്തപ്പോഴും മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ തന്നെയാണ് എന്ത് വന്നിരിക്കുന്നത്? ബ്രാഞ്ച് വന്നിരിക്കുന്നത്. അപ്പം നമുക്കൊന്നും നോക്കണ്ട, നമ്മൾ പൊസിഷൻ നമ്പർ 3 ആണ്. 3 എഴുതി, ഹൈഫൻ ഇട്ടു. ഇനി എന്താണ് ഇതിനകത്ത് ഏത് ഗ്രൂപ്പാ വന്നിരിക്കുന്നത് നോക്കിയാൽ CH3 ആയതുകൊണ്ട് മീഥൈൽ ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പൊ 3 മീഥൈൽ. ഇനി കാർബൺ ആറ്റം എത്ര ഉണ്ട്? 1 2 3 4 5. 5 എന്ന് പറയുമ്പോൾ എത്ത പ്രൊപ്പ ബ്യൂട്ട പെന്റ്. 3 മീഥൈൽ പെന്റ് എയിൻ. ആൽക്കെയിൻ ആയതുകൊണ്ട് എയിൻ. ഓക്കെ, അപ്പൊ 3 മീഥൈൽ പെന്റേൻ. മനസ്സിലായല്ലോ? ഒരു ബ്രാഞ്ചുള്ള ഒരു ബ്രാഞ്ചുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിന് പേര് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു ടേബിളാണിത്. ഇവിടെ ഒരു സംയുക്തം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഇനി ഇതിലെ നീളം കൂടിയ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക. ശാഖയുടെ പേര് കണ്ടോ, ശാഖയുടെ പേര് കണ്ടുപിടിക്കുക. ഓക്കെ, ശാഖയുടെ പേര് കണ്ടുപിടിക്കുക, ശാഖയുടെ സ്ഥാനം കണ്ടുപിടിക്കുക, പിന്നെ IUPAC നെയിം. ഓക്കെ, IUPAC നെയിം ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓരോ കോമ്പൗണ്ടായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് കോമ്പൗണ്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കോമ്പൗണ്ട്. ഫസ്റ്റ് കോമ്പൗണ്ട് ഞാൻ അപ്പുറത്തോട്ടൊന്ന് എടുത്ത് എഴുതുവാണേ. ഓക്കെ, ഫസ്റ്റ് കോമ്പൗണ്ട് ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, ഇവിടെ ഫസ്റ്റ് ഞാൻ ഈ കോമ്പൗണ്ടിന് പേര് കൊടുക്കണമെങ്കിൽ ഞാൻ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇതിൻ്റെ മെയിൻ ചെയിൻ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു പോസിബിലിറ്റി നോക്കുകയാണ്. ഇങ്ങനെ നോക്കുവാണെങ്കിൽ 1 2 3 4 5 6 6 കാർബൺ ആറ്റങ്ങളുണ്ട്. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ബ്രാഞ്ച് വരുന്നത്.
ഇനി വേറൊരു പോസിബിലിറ്റി ഞാൻ നോക്കുകയാണ്. അടുത്തൊരു പോസിബിലിറ്റി ഞാൻ ഇതൊരു പോസിബിലിറ്റി ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ബ്രാഞ്ച് എന്ന് പറയുന്നത്. 1 2 3 4 5 6. ഓക്കെ, അതും അപ്പോൾ എങ്ങനെ നോക്കിയാലും 6 കാർബൺ ആറ്റം വരുന്നുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് എടുത്തത് തന്നെ മെയിൻ ചെയിനായിട്ട് എടുക്കുകയാണ്. അതായത് ഇത് ഞാൻ മെയിൻ ചെയിനായിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ബ്രാഞ്ച്. അപ്പം ഞാൻ നമ്പർ കൊടുക്കാൻ പോവാ. 1 2 3 4 5 6. ഓക്കെ, 1 2 3 4 5 6. ഓക്കെ, ഇനി ഞാൻ താഴേന്ന് നമ്പർ കൊടുക്കാൻ പോവുകയാണ്. 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ ഞാൻ പൊസിഷൻ നമ്പർ കൊടുത്തു. ഇവിടെ നോക്കിയേ, ഈ ബ്രാഞ്ച് വരുന്നത് മുകളിൽ നിന്ന് നമ്പർ ചെയ്തപ്പോൾ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് ബ്രാഞ്ച് വന്നത്. താഴേന്ന് നമ്പർ ചെയ്തപ്പോൾ 5ാമത്തെ കാർബൺ ആറ്റത്തിലാണ് ബ്രാഞ്ച് വന്നത്. അപ്പം നമ്മൾ ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ വേണം പൊസിഷൻ നമ്പറായിട്ട് എടുക്കാൻ. അപ്പം നമ്മൾ എടുക്കുന്നത് 2 ആണ്. ഓക്കെ, അപ്പം ഞാൻ 2 എഴുതി. 2 CH3 ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇതേതാ? മീഥൈൽ. 2 മീഥൈൽ. ഇനി ഇതിനകത്ത് എത്ര കാർബൺ ആറ്റം ഉണ്ട്? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്. 6 ആയതുകൊണ്ട് ഹെക്സെയ്ൻ. ഓക്കെ, ഹെക്സെയ്ൻ. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് നിങ്ങൾ ഇപ്പോൾ ഈ കോമ്പൗണ്ട് നമുക്ക് പേര് കിട്ടി 2 മീഥൈൽ ഹെക്സൈൻ അല്ലേ? 2 മീഥൈൽ ഹെക്സൈൻ. ഓക്കെ, അപ്പം 2 മീഥൈൽ ഹെക്സൈൻ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും നീളം കൂടിയ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം? 6. ശാഖയുടെ പേര് ഏതാ? മീഥൈൽ. ഓക്കെ, മീഥൈൽ. ഇനി ശാഖയുടെ സ്ഥാനം എത്ര? പൊസിഷൻ നമ്പർ എത്രയായിരുന്നു നമ്മൾ കൊടുത്തത്? എത്ര? പൊസിഷൻ നമ്പർ 2 ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പം അല്ലേ, രണ്ടാമത്തെ കാർബൺ ചെയിനിലാണ് CH3 ബ്രാഞ്ചായിട്ട് വന്നത്. പിന്നെ ഇപ്പോൾ അതിൻ്റെ IUPAC നെയിം എത്ര? 2 മീഥൈൽ ഹെക്സൈൻ. ഓക്കെ, അപ്പോൾ മെയിൻ കാർബൺ ചെയിൻ 6, ബ്രാഞ്ച് മീഥൈൽ, പൊസിഷൻ നമ്പർ 2, IUPAC 2 മീഥൈൽ ഹെക്സൈൻ. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് അടുത്ത കോമ്പൗണ്ട് CH3 CH2 CH CH3 CH3. ഓക്കെ, ഇതിനെ നമ്മൾ നമ്പർ ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പ് നമ്പർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മെയിൻ ചെയിൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഞാൻ ഇതൊരു പോസിബിലിറ്റി ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4. 4 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ ഇതായിരിക്കും ബ്രാഞ്ച്. ഇനി ഞാൻ അടുത്തൊരു പോസിബിലിറ്റി നോക്കുവാണ്. ഇതിനെ ഞാൻ എടുത്തു. അപ്പോൾ ഇവിടെ 1 2 3 3 കാർബണേ ഉള്ളൂ. ഇതായിരിക്കും എൻ്റെ ബ്രാഞ്ച്. അപ്പോൾ അത് പറ്റത്തില്ല. ഇനി ഞാൻ വേറൊരു പോസിബിലിറ്റി നോക്കാം. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് മനസ്സിലായി ഇതായിരിക്കും നമ്മുടെ മെയിൻ ചെയിൻ. ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം 1 2 3 4. ഓക്കെ, ഇനി ഞാൻ താഴെ നമ്പർ കൊടുക്കുകയാണ്. 1 2 3 4. ഓക്കെ, ഇവിടെ നോക്കിയാൽ പൊസിഷൻ നമ്പർ ഏറ്റവും ചെറിയത് ഏതെല്ലാം വന്നിരിക്കുന്നത്? രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഇവിടെ ബ്രാഞ്ച് വന്നിരിക്കുന്നത്. അപ്പം 2 ആണ് പൊസിഷൻ നമ്പർ. 2 ബ്രാഞ്ച് മീഥൈൽ. 2 മീഥൈൽ മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ടൈൻ. ഓക്കെ, 2 മീഥൈൽ ബ്യൂട്ടൈൻ. മനസ്സിലായോ? കണ്ടോ? മെയിൻ ചെയിൻ എത്ര കാർബൺ ആറ്റമാ? 4. ഇവിടെ 6 ഞാൻ തെറ്റി എഴുതാണേ. 4 ആണേ. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച് മീഥൈൽ, പൊസിഷൻ നമ്പർ 2, IUPAC 2 മീഥൈൽ ബ്യൂട്ടൈൻ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഓക്കെ, നമ്മൾ അടുത്തൊരു കോമ്പൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ കോമ്പൗണ്ടിൽ ഫസ്റ്റ് നമ്മൾ എന്താണ് മെയിൻ ചെയിൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഒരു പോസിബിലിറ്റി ഇങ്ങനെ നോക്കുകയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4
5 5 കാർബൺ ആറ്റമേ ഉള്ളൂ. അപ്പോൾ ഇതായിരിക്കും ബ്രാഞ്ച്. ഇനി ഞാൻ വേറൊരു പോസിബിലിറ്റി നോക്കുവാണ്. ഇങ്ങനൊരു പോസിബിലിറ്റി നോക്കി. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5 6 അല്ലേ, 6 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രാഞ്ച്. ഓക്കെ, അപ്പം ഇങ്ങനെ വേണം നമ്മൾ മെയിൻ ചെയിൻ കണ്ടുപിടിക്കാൻ. ഓക്കെ, ഉണ്ടോ, ഇതാണ് കണ്ടോ, ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിന് നമ്പർ കൊടുക്കണം. 1 1 2 3 4 5. ഇങ്ങനെ മായ്ച്ച് കളയട്ടെ. 1 2 3 4 5 6. ഓക്കെ, ഇങ്ങനെ നമ്പർ കൊടുത്തു. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. ഇത് ബ്രാഞ്ചാണ്. ഇനി നമ്മൾ താഴെ നമ്പർ കൊടുക്കണം. 1 2 3 4 5 6. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്രാഞ്ച്. അപ്പോൾ ഈ ബ്രാഞ്ചിലോട്ട് ഏത് കാർബൺ ആറ്റത്തിലാണ് ഇവിടെ നിന്ന് എണ്ണിയപ്പോൾ 4ാമത്തെ കാർബൺ ആറ്റത്തിലാണ് ബ്രാഞ്ച്. ഇവിടെ നിന്ന് എണ്ണിയപ്പോൾ ഏതാ? 3ാമത്തെ കാർബൺ ആറ്റത്തിലാണ് ബ്രാഞ്ച് അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ പൊസിഷൻ നമ്പർ ഏതാ എടുക്കുന്നത്? 3 ആയിരിക്കും നമ്മുടെ പൊസിഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 3 ഹൈഫൻ ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ചെയിനായിട്ട് എടുത്തത്. 3 ആണ് പൊസിഷൻ നമ്പർ കിട്ടിയത്. മീഥൈൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6 കാർബൺ ആറ്റം. 6 കാർബൺ ആറ്റം വരുമ്പോൾ ഹെക്സെയ്ൻ. ഓക്കെ, 3 മീഥൈൽ ഹെക്സെയ്ൻ. കണ്ടല്ലോ? ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, മെയിൻ കാർബണിൽ 6 കാർബൺ ആറ്റമുള്ള ചെയിനാണ് നമ്മുടെ മെയിൻ ചെയിനായിട്ട് നമ്മൾ എടുത്തത്. ഓക്കെ, 6. ബ്രാഞ്ച് മീഥൈൽ, പൊസിഷൻ നമ്പർ 3, UPC 3 മീഥൈൽ ഹെക്സെയ്ൻ. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് അടുത്ത ഒരെണ്ണം നോക്കിയേ. ഇവിടെ ഫസ്റ്റ് നമ്മൾ മെയിൻ കാർബൺ ചെയിൻ കണ്ടുപിടിക്കണം. മെയിൻ ചെയിൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഞാൻ ഇങ്ങനൊരു പോസിബിലിറ്റി എടുത്തു. ഓക്കെ, ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4 5. ഓക്കെ, 5 കാർബൺ. ഓക്കെ, അപ്പം ഇതായിരിക്കും നമ്മുടെ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇതാണെങ്കിൽ 1 2 3 4 5, അതും 5 ആണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും 5 വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇത് തന്നെ മെയിൻ ചെയിനായിട്ട് എടുത്തു. ഇതാണ് നമ്മുടെ ബ്രാഞ്ച്. ഓക്കെ, ഇനി ഞാൻ ഇതിന് നമ്പർ കൊടുക്കാൻ പോവാണ്. 1 2 3 4 5. ഓക്കെ, നമ്പർ കൊടുത്തു. ഇനി ഇവിടുന്ന് 1 2 3 4 5. അപ്പം നമ്മുടെ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ ഉണ്ട്. ഓക്കെ, പൊസിഷൻ നമ്പർ അപ്പോൾ ഏതാ? ഇവിടെ നിന്ന് എണ്ണിയപ്പോഴും 3 ആണ്, ഇവിടെ നിന്ന് എണ്ണിയപ്പോഴും 3 ബ്രാഞ്ച് വന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ പൊസിഷൻ നമ്പർ 3 ആണ്. ഹൈഫൻ. ഈ ബ്രാഞ്ച് ഏതാണ്? ഇത് ഏതാ? CH2 CH3 ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പം ഏത് ബ്രാഞ്ചാണ്? 2 കാർബൺ ആറ്റം ഉള്ള ബ്രാഞ്ച് ഈഥൈൽ. 3 ഈഥൈൽ പെൻറ്റെയ്ൻ. 3 ഈഥൈൽ പെൻറ്റെയ്ൻ. ഓക്കെ, മനസ്സിലായല്ലോ? ഈഥൈൽ ഏത് ബ്രാഞ്ചായത്? ഈഥൈൽ ഗ്രൂപ്പ്. ഈ ബ്രാഞ്ച് വന്നിരിക്കുന്ന ഗ്രൂപ്പ് ഈഥൈൽ ഗ്രൂപ്പാണ്. അതുകൊണ്ടാണ് ഈഥൈൽ കൊടുത്തത്. പൊസിഷൻ നമ്പർ 3, IUPAC 3 ഈഥൈൽ പെൻറ്റെയ്ൻ. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ബ്രാഞ്ചുള്ള ആൽക്കൈന് പേര് കൊടുക്കാൻ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് നമ്മളപ്പം ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ ഒരു ബ്രാഞ്ചുള്ള ഒരു കോമ്പൗണ്ട് തരുമ്പോൾ അതിൻ്റെ മെയിൻ ചെയിൻ കണ്ടുപിടിക്കുക. ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉള്ളത് ഏതാണോ അതായിരിക്കും അതിൻ്റെ മെയിൻ ചെയിൻ. അതിനുശേഷം അതിന് നമ്പർ കൊടുക്കുക.
ആ നമ്പർ കൊടുക്കുമ്പോൾ അതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണോ അത് അതിൻ്റെ പൊസിഷൻ നമ്പറായിട്ട് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ബ്രാഞ്ചിൻ്റെ പേര് കൊടുക്കുക. മീഥൈൽ ഗ്രൂപ്പാണെങ്കിൽ മീഥൈൽ, ഈഥൈൽ ഗ്രൂപ്പാണെങ്കിൽ ഈഥൈൽ. അതിനുശേഷം എത്ര കാർബൺ ആറ്റമാണോ നിങ്ങളുടെ മെയിൻ ചെയിനിലുള്ളത് അത് മെത്ത് എത്ത് പ്രൊപ്പ ബ്യൂട്ട് പെൻറ്റ് ആ നമ്പർ ചെയ്തിട്ട് ആൽക്കെയിൻ എന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബ്രാഞ്ചുള്ള ആൽക്കേനുകൾക്ക് പേര് കൊടുക്കേണ്ടത്. ഓക്കെ, എല്ലാവർക്കും ഈ ക്ലാസ്സിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നമ്മൾ ഒന്നിലധികം ബ്രാഞ്ചുള്ള കോമ്പൗണ്ട്സിന് എങ്ങനെ പേരിടാമെന്ന് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.